ജില്ലയിൽ നേന്ത്രക്കായ വില കുതിക്കുന്നു. ഒരാഴ്ചക്കിടെ മാത്രം കിലോയ്ക്ക് 10 രൂപയുടെ വർധനവുണ്ടായി. ഓണവിപണി സജീവമാവുന്നതോടെ ഇനിയും വില വർദ്ധിക്കുമെന്നാണ് സൂചന. ഓണവിപണി സജീവമാവുന്നതിന് മുമ്പ് തന്നെ നേന്ത്രക്കായ വില കുതിച്ചുയരുന്നു. നിലവിൽ മൊത്ത വിപണിയിൽ കിലോയ്ക്ക് 60 രൂപയാണ് തമിഴ്നാട് മേട്ടുപ്പാളയം നേന്ത്രക്കായയുടെ വില. ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 70 രൂപയെങ്കിലും നൽകണം. കർണാടകയിൽ നിന്ന് വരുന്ന നേന്ത്രക്കായയ്ക്ക് കിലോയ്ക്ക് 55 രൂപയായി. ഇതിന് ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 65 രൂപ നൽകണം. ഒരാഴ്ച മുമ്പ് മേട്ടുപ്പാളയം നേന്ത്രക്കായയ്ക്ക് മൊത്ത വിപണിയിൽ കിലോയ്ക്ക് 40 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. 10 ദിവസത്തിനിടെ നേന്ത്രക്കായയുടെ വില 10 രൂപയിലേറെയാണ് വർദ്ധിച്ചത്. ലഭ്യത കുറവാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണം. മഴ കാരണം ഉൽപ്പാദനം നന്നായി ഇടിഞ്ഞിട്ടുണ്ട്. ഓണ സീസൺ കഴിഞ്ഞാലേ വില കുറയാൻ സാധ്യതയുള്ളൂവെന്ന് വ്യാപാരികൾ പറയുന്നു. അതേസമയം ഓണ സീസൺ ആവുമ്പോൾ നേന്ത്രക്കായയ്ക്ക് വില വർദ്ധിക്കുന്നത് സ്ഥിരമാണെന്നും കൃത്രിമമായി ക്ഷാമമുണ്ടാക്കുന്നതാണോ എന്ന് സംശയിക്കുന്നതായും ചില വ്യാപാരികളും പറഞ്ഞു. നേന്ത്രക്കായയുടെ വില ഉയർന്നതോടെ ഓണസദ്യയിൽ സ്റ്റാർ ഐറ്റമായ വറുത്തപ്പേരി, ശർക്കര ഉപ്പേരി എന്നിവയുടെ വിലയും വർദ്ധിച്ചു. ഗുണമേന്മയുള്ള വറുത്തപ്പേരിക്ക് 400 മുതൽ 466 രൂപ വരെ നൽകണം. ഈ സാധനങ്ങളുടെ വില ഇനിയും കൂടാനാണ് സാധ്യത. 1 കിലോ വറുത്ത കായയ്ക്ക് 480 രൂപയാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെയും ചകിരിയുടെയും വില കൂടിയതോടെ ചിപ്സിന് വില വർദ്ധിപ്പിക്കാതെ നിവൃത്തിയില്ലെന്ന നിലപാടിലാണ് വ്യാപാരികൾ. വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 270 മുതൽ 275 രൂപ വരെയായി. ബ്രാൻഡുകൾക്കനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും. അതുപോലെ ചകിരിക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.